ഇനിയിപ്പം രണ്ടാമത്തെ മോളെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ട്. ഇന്ത്യയുടെ അമ്മ അവിടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഒന്നാടി വീട് കഴിഞ്ഞു റോഡ് സൈഡിലാണ് പോയി ഓടുമല വീട്. ഞാനിപ്പം വന്നപാടാണ്. ഞാൻ കോഴി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വന്നപാട് തന്നെ രണ്ടാളും ചേച്ചീൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ അമ്മയും അച്ഛനും കൂടി വന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് ഞാൻ നോക്കുമായിരുന്നു. ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. രണ്ടാളും ചായ അയ്യോ ചായ ചായ കുടിക്കാൻ മോളെ ഭർത്താവിൻ്റെ നമുക്ക് ഭയങ്കര ഭക്തിയാണ് കേട്ടോ. അകളയമക്കും അതെ കേട്ടാ. അവരെ പൂജാമുറിയായത് കണ്ടാ. അവർ പ്രാർത്ഥിച്ചിട്ട് ഇടുന്ന ഏടിയും കീഴിലും അവരെ വിശ്വാസം അവരെ രക്ഷിക്കുന്നുണ്ട് എപ്പോൾ. മണി പ്ലാന്റ് ഇത് ഏടിയും വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കിച്ചണിൻ്റെയൊക്കെ വെച്ചു. അത്ര തന്നെ വർക്ക് ഏരിയയിൽ അത്ര സ്ഥലമുള്ളൂ, ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. ഓ പിന്നെന്താ വേണ്ടേ, നിങ്ങൾക്ക് പണം വന്നില്ലേ? പണം വന്നോണ്ടിരിക്കുന്നുണ്ട്, കൂടെ പോകുന്നുണ്ട്. അതെ അല്ലേ. ഈ ജനലിന്റെ അരികിൽ വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ജനലിന്റെ അരികിൽ മാറ്റി വെക്കാൻ സ്ഥലമില്ല. അതെല്ലേ. കൂടി വലുതാക്കിട്ട് വീട് എന്തൊരു രസാ കാണേ. അതിനകത്ത് രണ്ട് തൈ അനക്കും തരുവാ എന്റെ അടുക്കളയിലും ഒക്കെ. ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അതെല്ലേ. മക്കളി വെച്ചിട്ട് കൊടുത്തില്ല പൊന്നും ഉണ്ണി. അപ്പൊ നമുക്ക് പൈസ ആകുന്നായിട്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെടില്ല. അങ്ങനെ രക്ഷപ്പെടരുന്നു. പക്ഷെ നിങ്ങളെ മനസ്സ് അങ്ങനെയല്ലല്ലോ നിങ്ങളെ കാണുമ്പോ. പക്ഷെ എന്നാലും ഞാൻ പറയാ വെറുതെ തമാശ പറഞ്ഞാൽ രക്ഷപ്പെട്ടോട്ടെ മെടിയെടുത്തോ. അതെ അതന്നെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ഇതാവൂല. ഞാനല്ലേ എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു മനസ്സാണല്ലോ നിങ്ങള്. നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടിയത് ഇവിടെ നിൽക്കേ? വീട് ഇന്ന് ഉച്ചക്കാരന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ, രാവിലത്തെ ഡ്യൂട്ടി. അപ്പോഴത്തേക്ക് വേറെ ഡ്യൂട്ടി ഉണ്ടാവില്ല നിങ്ങൾക്ക്? ഏതെങ്കിലും സമ്മേളനോ ഇന്നും എല്ലാം പോകണ്ടല്ലേ നിങ്ങൾക്ക്? എല്ലാം ഞാൻ നിർത്തി തലവേനടിച്ച്. അതെ അല്ലേ. ഉണ്ട് പണി. അതെ അല്ലേ. ഇവിടെ ഉണ്ടാകൊന്നുമില്ല. അതന്നെ പാർട്ടി പരിപാടിക്ക് തന്നെയല്ലേ ഇപ്പം പോണ്ട്. അല്ല ഏച്ചി വരാൻ നേരം പോവും. 6 മണി കഴിയും. അതെ അല്ലേ. 5:30 ആയില്ലേ. ഇനി ഒരു 4 മണിക്കൂർ കൂടി നിന്നാല് ഏതാ അമ്പലം? ഏതാന്ന്? ഇതിന്റെ അടുത്തൊരു സിദ്ധിവിനായക അമ്പലമുണ്ട്, നല്ല അമ്പലമാണ്. അതെ അല്ലേ. പണിയെടുക്കുന്നുണ്ട് അമ്പലത്തിന്റെ. ഈ മഴയത്ത് പണിയെടുക്കുന്നുണ്ട്. ആശാരി വലിയ കൂടെ കിട്ടിയിട്ട്. ഓ അതെയാ. ഷെഡ് ആക്കി വലിയ. ഇപ്പം ഞാൻ ഇതിലേ കൂടി പോകുന്നില്ലാണ്ട് ഇങ്ങനെ കയറാൻ കൂട്ടാക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഉണ്ടാവില്ല. ചിലപ്പോൾ വിളിച്ചാൽ ചേച്ചിക്ക് ചെവി വെക്കൂല, വേക്കലുണ്ടാവും. പിന്നെ ഓടി കുറച്ച് വരുമ്പോഴത്തേക്കില് ഇതാകുന്നതായിട്ട് ഞാൻ അപ്പാടും. ഞാൻ ഈ അടുക്കള നോക്കറ. ഇപ്പം നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാ ഇത് വെച്ചിട്ട് കാണേ. ഇപ്പൊ എനക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടക്കണം നോക്കറ. എന്തൊരു രസാ കാണേ. നോക്ക ആ ഭംഗി നോക്കിയാട്ടെ. അപ്പൊ നമ്മളെ അടുക്കളയിലും വെക്കാം ഇത് അല്ലേ. വിനാഗിരി ഉറ്റിച്ചാൽ മതി. ഓ അതെയാ. നല്ലോണം തെളിച്ചോണ്ടിരിക്കും. എന്നാ പിന്നെ അത് ഉറ്റിക്കാട്ടാ. അത് ഉറ്റിച്ചോ. എന്നാ അതാ നല്ലത് കേട്ടാ. ഇത് കൊണ്ടുപോകണം. എന്നാലും എനിക്ക് 2 എന്നാ തരണേ എനിക്ക്. എന്നാ പിന്നെ എത്ര ചായ കുടിച്ചെന്ന് പറഞ്ഞാ? അല്ല 5 കൊല്ലം കൂടിയിട്ടാണ് വരുന്നത് ഓരോ വീട്ടിൽ പോയത്. അപ്പൊ പിന്നെ ചായ കുടിക്കാണ്ട് വരുന്നില്ലല്ലോ അവര്. ഈടുന്ന് കുടിച്ചാലും പിന്നെ ഈടുന്ന് കുടിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചായ കുടിച്ചിട്ട് പോവാന്ന്. ഒരിക്കൽ ഇറക്കിയിട്ടായാലും പഴം തിന്നുണ്ടല്ലോ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അതെയാ. വേണ്ട എല്ലാ സാധനം കണ്ടാ. ചെറിയ വീടാണ്, നല്ല സൗകര്യമുള്ള. എന്ന് വെച്ചാൽ സൗകര്യം അത്രയും സൗകര്യം വേണ്ടെന്ന് വെച്ചാൽ എളുപ്പം വൃത്തിയാക്കാൻ പറ്റുമല്ലോ. ഉണ്ടാ ഇവിടുന്ന് നോക്കിയാൽ റോഡ് ഇതാ. ഇവിടുന്ന് കൈ നീട്ടേ വേണ്ടു. ആത്തുനിന്ന് ബസ് നിർത്തിക്കോളും കണ്ടാ. ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ചെറിയ വീഡിയോ നാളെ.